ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുമുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ഭഗവതി മഠം ചാനലിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞാൻ മഹേഷ് ഉഷസ്. ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ നമ്മൾ ചർച്ച ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വിഷുവിൻ്റെ ഫലങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു ഏകദേശ നിരൂപണമാണ് ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. വിഷു എന്നാൽ സമമായത് എന്നാണ് അർത്ഥം. അതായത് രാത്രിയും പകലും സമമായി വരുന്ന ദിവസത്തെയാണ് വിഷുവായി നാം കൈക്കൊള്ളുന്നത്. ഒരു വർഷത്തിൽ 2 വിഷുവാണ് ഉണ്ടാകാറുള്ളത്. അത് തുലാമാസത്തിലും ഒന്ന് മേടമാസത്തിലുമാണ്. എന്നാൽ മേടമാസത്തിലെ വിഷുവാണ് നമ്മൾ ആഘോഷങ്ങൾക്കായൊക്കെ കൈക്കൊള്ളാറുള്ളത്. അവിടെ ഗുണഫലമായാലും ദോഷഫലമായാലും ഒരു വർഷക്കാലത്തേക്ക് ആ ഫലങ്ങളൊക്കെ തന്നെ നീണ്ടു നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസവും. ഇവിടെ ഇത്തവണ 1200 ആണ്ടിൽ മേടമാസം 1-ാം തീയതി എടുത്ത വിഷു ആഘോഷങ്ങളുടെ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. 2025 ഏപ്രിൽ മാസം 14-ാം തീയതിയാണ് വിഷു ആഘോഷിക്കപ്പെടുന്നത്. തലേ ദിവസം, അതായത് 1200 ആണ്ട് മീനമാസം 30-ാം തീയതി ഞായറാഴ്ച രാത്രിയിൽ ഏകദേശം 3:31 രവി സംക്രമം നടക്കുന്നത്. അതായത് മീനൻ രാശിയിൽ നിന്നും മേടൻ രാശിയിലേക്ക് സൂര്യൻ രാശിമാറ്റം നടക്കുന്നത് രാത്രി 3:31 അപ്പോൾ ഉദിച്ചു വരുന്ന ദിവസം മേടമാസം 1-ാം തീയതി. അങ്ങനെ ആ കണക്കിലാണ് മേടമാസം 1-ാം തീയതി നാം ഇത്തവണ വിഷു ആഘോഷിക്കുന്നത്. ഈ വിഷു ഉദിക്കുന്നത് ചോതി നക്ഷത്രത്തിന്റെ 1-ാം പാദത്തിലാണ് താനും. മീനശനി ഇടവ വ്യാഴം കൊല്ലവർഷം 1200 ആണ്ട് മീനമാസം 30-ന് ഞായറാഴ്ച രാത്രി 3:21 ചോതി നക്ഷത്രം 1-ാം പാദം തുലാക്കൂറിൽ കൃഷ്ണപക്ഷ പ്രഥമ തിഥി പന്നിക്കരണം വജ്രനാമ നിത്യയോഗം എന്നിവ കൂടിയ സമയത്ത് ഭൂമി ഭൂതോദയം കൊണ്ട് മേടദേവി സംക്രമം നടക്കുന്നു. ഇവിടെ സംക്രമത്തിന്റെ ഫലങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ സംക്രമ പുരുഷനായിരിക്കുന്നത് സ്ഥിതനാണ്, സംക്രമ ദേവത ഘോരയും, വാഹനം സൂകരവും, വസ്ത്രം ചിത്രവർണവും, പുഷ്പം ബഗുളവും, അലങ്കാരം രജതവും, വിലേപനം ചന്ദനവും, ഛത്രവർണം താമ്രവും, ഭോജനപാത്രവും താമ്രമായിട്ടാണ് വന്നിരിക്കുന്നത്. ഭക്ഷണം സത്വമാണ്, വാദ്യം മദ്ദളവും, അഭിമുഖം വടക്കും, ഗമനം ഉത്തരദിക്കും, സ്വഭാവം സലജ്ജയും, ആയുധം ഖഡ്ഗവും, സ്നാനജലം അഗരുവും, മണ്ഡലം വായുവും, മേഘം നീലമേഘവുമായാണ് ഇതിന്റെ സംക്രമ ഫലങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഈ ഫലങ്ങൾ നിരൂപിക്കുമ്പോൾ സംക്രമ പുരുഷൻ സ്ഥിതനാകയാൽ സകല സാധനങ്ങൾക്കും വില അധികമാവുക ഫലമായി വരും. സംക്രാന്തി ദേവത ഘോരനാകയാൽ ശൂദ്രവർണ്ണക്കാർക്ക് നാശം ഫലമാവും. സൂകരം വാഹനമാകയാൽ സസ്യനാശമാണ് ഫലമായി പറഞ്ഞിരിക്കുന്നത്. വിചിത്രവർണ്ണം വസ്ത്രമാകയാൽ ധാന്യ സമൃദ്ധിയാണ് ഫലം. ബഹുളം പുഷ്പമാകിയാൽ ശുൽപിപാസാദി ദുഃഖമാണ് ഫലം. രജതം അലങ്കാരമാകിയാൽ രജതത്തിന് നാശം തന്നെ ഫലം. ചന്ദനം വിലേപനമാകിയാൽ സുവൃഷ്ടിയും ലോകഹിതവും ഫലം. ഖഡ്ഗം ആയുധമാകിയാൽ കലഹവും ദുർമരണവും ഫലമാകും. അഗരു സ്നാനജലമാകിയാൽ രാജഭയവും അനാവൃഷ്ടിയും ഫലമായിരിക്കും. താമ്രവർണ്ണം ഛത്രമാകിയാൽ രാജഭീതിയും വർഷക്കുറവും ഫലമായിരിക്കും. മദ്ദളം വാദ്യമാകിയാൽ രാജാക്കന്മാർക്ക് യശോവൃദ്ധിയാണ് ഫലമായി വരുന്നത്. താമ്രം ഭോജനപാത്രമാകയാൽ സുവൃഷ്ടിയും സുഖവുമാണ് ഫലം. സത്വഭക്ഷണമാകയാൽ ദുർഭിക്ഷമാണ് ഫലം. ഉത്തരദിക്കിൽ അഭിമുഖമായിരിക്കുന്നത് കൊണ്ട് സർവനാശവും ഫലമായി വരാം. വായുമണ്ഡലമാകയാൽ രാജഭയവും വായുഭയവും സ്വൽപ്പവൃഷ്ടിയുമാണ് ഫലം. നീലമേഘം മേഘമായതുകൊണ്ട് ബഹുവൃഷ്ടിയും ഫലമായി കണക്കാക്കാം. ഇത്തവണത്തെ വർഷം 2 പറയാണ്. വർഷം 2 പറയാകയാൽ 20-ൽ 10 ഭാഗം സമുദ്രത്തിലും 6 ഭാഗം വനപർവ്വതങ്ങളിലും വർഷിക്കുന്നത് നീക്കി ഭൂമിയിൽ വർഷിക്കുന്ന വെള്ളം 4 ഇടങ്ങഴിയാണ്. ദശയോജന വിസ്താരം ശതമയോജനം ഉന്നതം ആഢകസ്യ പ്രമാണം തം ദേവമാനേന ഗണ്യത എന്ന വചനപ്രകാരം 10 യോജന വിസ്താരവും 100 യോജന ഉയരവുമുള്ള പറയാണ് നമ്മളിവിടെ കണക്ക് കൂട്ടുന്നത്. 4 കോൽ ഒരു ദണ്ഡാണ്. 1 യോജന 8000 ദണ്ഡും. ഇത് വേദമാനമാണ്. മേഷസംക്രമ ഫലങ്ങൾ ചിന്തിക്കുമ്പോൾ മേട സംക്രമവാരാധിപൻ രവിയാകയാൽ സ്വൽപ്പവൃഷ്ടിയാണ് ഫലമായി പറഞ്ഞിരിക്കുന്നത്. സംക്രമം രാത്രിയിലാകയാൽ അത്യന്തം ദുർഭിക്ഷമാണ് ഫലം. സംക്രമം അപരരാത്രിയിലാകയാൽ നടന്മാർക്ക് നാശം ഫലമായി വരും. സംക്രമം ചോദ്യ നക്ഷത്രത്തിലാകയാൽ ബഹുവർഷവും സുഭിക്ഷവും ഫലമായി വരാം. ബ്രാഹ്മണർക്ക് ക്ഷേമവും ശൂദ്രവർണ്ണക്കാർക്ക് നാശവും ഫലമായി ഉണ്ടാകാനും സാധ്യതയുണ്ട്. സംക്രമ സമയം വേലിയേറ്റമാകിയാൽ ഉചിത വർഷവും ഏറ്റവും സുഭിക്ഷവും ഫലമാണ്. സംക്രമം പ്രഥമ തിഥിയിലാകയാൽ വർഷക്കുറവ് ഫലമായി പറയാം.
സംക്രമം വ്യാഘ്രകരണത്തിലാകിയാൽ ഉചിത വർഷവും പശുക്കൾക്ക് നാശവും ദുർഭിക്ഷവും ഫലമാണ്. ഹർഷണനാമ നിത്യയോഗമാകയാൽ സംക്രമം വിഷവർദ്ധന ഫലമുണ്ടാകും. സംക്രമം കുംഭരാശി സമയമാകയാൽ ബഹുവർഷവും സസ്യാഭിവൃദ്ധിയുമാണ് ഫലം. സംക്രമം തുലാ കൂറിലായിരിക്കുന്നത് കൊണ്ട് വ്യാപാര വർധനവ് ഫലമായി വരാം. സംക്രമ സമയം രാഹു മീനൻ രാശിയിലാകയാൽ സർവസസ്യസമൃദ്ധിയാണ് ഫലം. സംക്രമ സമയം വ്യാഴം ഇടവരാശിയിലായതുകൊണ്ട് ശിശുക്കൾക്കും പശുക്കൾക്കും സ്ത്രീകൾക്കും നാശവും രാജാക്കന്മാർ തമ്മിൽ യുദ്ധവും സസ്യനാശവും ഫലമായി വരാം. ശനി മീനത്തിലാകയാൽ പ്രജകൾക്ക് ക്ഷേമമാണ് ഫലം. ചൈത്രമാസാരംഭം ഞായറാഴ്ചയാകയാൽ ആദ്യം വർഷക്കുറവും പിന്നെ ചില ദിക്കിൽ വർഷഗുണവും ഫലമായി വരും. മേടസംക്രമ സമയം ഭൂമി ബോധോദയമാകയാൽ സകല സാധനങ്ങൾക്കും സമൃദ്ധി ഉണ്ടാകുകയും ഫലമായി വരും. ആർദ്രപ്രവേശം പകലാകയാൽ ജനങ്ങൾക്ക് പലവിധത്തിൽ ആപത്തുകളും സസ്യ അന്നനാശങ്ങൾക്കും വർഷക്കുറവും ഫലമായി വരാം. ജ്യേഷ്ഠ ശുക്ലപ്രഥമ ചൊവ്വാഴ്ചയാകയാൽ അഗ്നിഭയവും അർഘനാശവും അല്പവർഷവും ഫലമാണ്. ആഷാഢ ശുക്ലപക്ഷ പഞ്ചമി തിങ്കളാഴ്ചയാകയാൽ വർഷഗുണം ഫലമായി വരാം. ആഷാഢ ശുക്ല നവമി ചിത്രയോടുകൂടിയാകയാൽ അല്പവർഷവും ധാന്യനാശവും ഫലമാവും. പൗഷ അമാവാസി ബുധനാഴ്ചയാകയാൽ അർഘവൃദ്ധി ഫലമാവും. പിന്നെ ഇനി നമ്മൾ ഏറ്റവും ശ്രദ്ധയോടെ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരു വർഷക്കാലത്തേക്കുള്ള നക്ഷത്രങ്ങളുടെ ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇത്തവണ ചോദ്യ നക്ഷത്രത്തിലാണ് വിഷു ഉദിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ ചോതിയുടെ അടുത്ത നാളുകളായിരിക്കുന്ന ചിത്തിര വിശാഖം എന്നീ നാളുകൾ ഉൾപ്പെടെ ചിത്തിര ചോതി വിശാഖം എന്നീ നാളുകൾ ആദിശൂലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ധനനാശവും രോഗാപത്തുകളും വ്യയവും ഫലമാണ്. മധ്യശൂലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നക്ഷത്രങ്ങളായിരിക്കുന്ന അവിട്ടം ചതിയൻ പൂരുരുട്ടാതി എന്നീ നക്ഷത്രക്കാർക്ക് ബന്ധുനാശം സ്വജന വിരോധം അപമാനം മനക്ലേശം എന്നിവയും ഫലമായി വരാം. അന്ത്യശൂലത്തിലെ നക്ഷത്രങ്ങളായിരിക്കുന്ന മകയിരം തിരുവാതിര പുണർദം ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ആയുധം കൊണ്ടും പശു പക്ഷി മുതലായവ നിമിത്തവും ദേഹത്തിൽ മുറിവുണ്ടാവുകയും രോഗാപത്തുകൾ അനുഭവപ്പെടുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി ഗുണഫലങ്ങൾ പറഞ്ഞിരിക്കുന്ന ആദിശക്കത്തിലെ നക്ഷത്രങ്ങളായിരിക്കുന്ന അനിഴം തൃക്കേട്ടം മൂലം പൂരാടം ഉത്രാടം തിരുവോണം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചിരിക്കുന്നവർക്ക് സർവാഭീഷ്ട സിദ്ധിയും സൽകീർത്തിയും ഫലമായി വരാം. മധ്യശക്കത്തിലെ നക്ഷത്രങ്ങളായിരിക്കുന്ന ഉത്രട്ടാതി രേവതി അശ്വതി ഭരണി കാർത്തിക രോഹിണി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചിരിക്കുന്നവർക്ക് ലോക ബഹുമാനാദി സ്ഥാനമാനങ്ങളും ജനപ്രീതിയും വിശേഷ വസ്ത്രാഭരണ സിദ്ധികളും ഉണ്ടാകും. അന്ത്യഷക്കത്തിലെ നക്ഷത്രങ്ങളായിരിക്കുന്ന പൂയം ആയില്യം മകം പൂരം ഉത്രം അത്തം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചിരിക്കുന്നവർക്ക് ജനനേതൃത്വവും മേലധികാരികളുടെ പ്രീതിയും അധികാരപ്രാപ്തിയും സുഖവുമാണ് ഫലമായി പറഞ്ഞിരിക്കുന്നത്. ഇത്രയും തന്നെ ഒരു വർഷക്കാലത്തേക്കുള്ള ഗുണദോഷ ഫലങ്ങളാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഇനി വിഷു സംക്രമത്തിന്റെ ദേവതാ ഫലങ്ങൾ ചിന്തിക്കുമ്പോൾ അശ്വതി രോഹിണി പുണർദം മകം അത്തം വിശാഖം മൂലം തിരുവോണം പൂരുരുട്ടാതി എന്നീ നക്ഷത്രങ്ങൾക്ക് വിഷ്ണുവാണ് ദേവത. ബ്രാഹ്മണാദി പ്രസാദാദി ഗുണങ്ങളാണ് ഫലമായി വരുന്നത്. ഭരണി മകയിരം പൂയം പൂരം ചിത്തിര അനിഴം പൂരാടം അവിട്ടം ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങൾക്ക് ശിവനാണ് ദേവത. അവിടെ മനോദുഃഖവും കുടുംബസുഖഹാനിയും ഫലമായി വരാം. കാർത്തിക തിരുവാതിര ആയില്യം ഉത്രം ചോതി തൃക്കേട്ട ഉത്രാടം ചതയം എന്നീ നക്ഷത്രങ്ങൾക്ക് ബ്രഹ്മാവാണ് ദേവത. ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളായിരിക്കും വരുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന ഗുണദോഷ ഫലങ്ങളൊക്കെയും തന്നെ ഒരു വർഷക്കാലത്തേക്കുള്ള നമ്മുടെ വിഷു ഉദയത്തോടനുബന്ധിച്ചിട്ടുള്ള ഫല നിരൂപണമാണ്. ഇവിടെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെയും തന്നെ മാറിയും മറിഞ്ഞുമൊക്കെ വരുന്ന ഒരു അവസ്ഥ നമ്മൾ കാണുകയുണ്ടായിട്ടുണ്ട്. അവയൊക്കെയും തന്നെ പൂർണ്ണമായും അതുപോലെ തന്നെ സംഭവിക്കണം എന്നുള്ളതല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഫല നിരൂപണം അല്ലെങ്കിൽ ഒരു ഫലമായിരിക്കും നമുക്ക് ഈ വരുന്ന വർഷം ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ഇവിടെ ഓരോ നക്ഷത്രക്കാർക്കും അവരുടെ ദോഷഫലങ്ങൾ പറഞ്ഞിരിക്കുന്നതിൽ ആരും അത് കേട്ട് വിഷമിതരാകേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മുടെ ജാതകപ്രകാരമുള്ള നമ്മുടെ ജാതകത്തിലെ ദിശ അപഹാര കാലവും അതുപോലെ തന്നെയുള്ള ഗ്രഹനിലയിലെ ഗോചരങ്ങളുടെ സഞ്ചാര ഫലവും എല്ലാം കണക്ക് കൂട്ടിക്കൊണ്ട് മാത്രമേ നമുക്ക് ദോഷമായാലും ഗുണമായാലും ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് സാമാന്യമായിട്ടുള്ള ഒരു ഫല നിരൂപണമാണ് ഇവിടെ നടത്തിയത്. ഇത്തവണത്തെ വലിയ പഞ്ചാംഗത്തിൽ, അതായത് ജ്യോതിഷഭൂഷണം വലിയ പഞ്ചാംഗത്തിൽ പറഞ്ഞിരിക്കുന്ന മേട രവി സംക്രമത്തിന്റെ ഫലങ്ങളാണ് നമ്മളിവിടെ നിരൂപണം ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും എല്ലാ കാലത്തും ഈ വരുന്ന കാലങ്ങളിലൊക്കെയും തന്നെ വിഷുവിന്റെ ദോഷഫലങ്ങളൊന്നും അനുഭവിക്കാതെ എല്ലാ തരത്തിലുള്ള ഗുണഫലങ്ങളൊക്കെയും തന്നെ സർവീശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്തവണത്തെ വിഷുഫലം തൽക്കാലം ഇവിടെ നിർത്തുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ വിഷുഫലം മറ്റുള്ളവരിലേക്ക് കൂടി അറിയിക്കണം എന്ന് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.
ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുമുള്ള കാര്യങ്ങൾ കൂടുതലറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.